ഹായ് ഹലോ വെൽക്കം ബാക്ക്. ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഇത്ര ഇഞ്ചിക്കാണ് ഞാൻ ഉണ്ടാക്കണുള്ളൂ, കുറച്ച് ഇഞ്ചിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമുക്കത് എൻ്റേതായ രീതിയിൽ എങ്ങനെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു മിക്സി പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്താൻ സമയമില്ല. എന്നാലും ഇതാണ് മിക്സി. ഇതിൻ്റെ മെയിൻ ഡ്രൈവർ ഇതാണ് കേട്ടോ. തേങ്ങ ചിരവാനുള്ളതൊക്കെ വയ്ക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ജാറ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലൊരു കണക്ടർ ഉണ്ട്, അത് ആദ്യം തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതാണ് അതിൻ്റെ ജാറ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാണ് കേട്ടോ ബ്ലേഡ്. പലതരം ബ്ലേഡുകളുണ്ട്, നമുക്ക് കുത്തി നുറുക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ബ്ലേഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അടപ്പ് സ്യൂട്ടാക്കി വെക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ സ്യൂട്ടാക്കി വെക്കണം കേട്ടോ. അപ്പം അതങ്ങനെ വെച്ചു. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മിക്സി ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. നമ്മൾ എത്ര സമയം ചെയ്യണോ, നമുക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളതനുസരിച്ചിട്ട് വേണം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഒന്ന് നല്ലോണം മുറുക്കി എടുക്കാം. ഇത് അത്ര മൂപ്പില്ലാത്ത ഇഞ്ചി ആയതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. നല്ല മൂപ്പുള്ള ഇഞ്ചിയാണെങ്കിൽ നിങ്ങളത് പിഴിഞ്ഞ് കളയണം, എന്നാലാണ് അതിൻ്റെ എരിവ് പാകത്തിനാവുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പൊടിഞ്ഞ ഇഞ്ചി. അപ്പോൾ നമുക്കിത് ഇഞ്ചിക്കറിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിന് നല്ല നിറമൊക്കെ കിട്ടും ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉലുവ, കടുക് ഇത്ര ഇട്ട് കൊടുത്ത് മൂപ്പിക്കാം. ഉലുവയാണ് കേട്ടോ ഇട്ടത്. അതിന് കടുകിടാം. കടുക് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഞാനൊരു മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, നുറുക്കി വെച്ചിട്ട് ഉള്ളത്. ശരിക്കും അരിയൊന്നും വേണ്ട, അതങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് വഴണ്ട് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അങ്ങനെ തണ്ടോടുകൂടി തന്നെ കിടന്നോട്ടെ കേട്ടോ. അതിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത് നമ്മൾ അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തലമുടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. മുടിയൊക്കെ പെട്ടെന്ന് കറക്കാതിരിക്കാനൊക്കെ ഒരുപാട് കറിവേപ്പില ഇട്ട് കറികളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചി തേച്ചാലും മുടിയൊക്കെ കറക്കാൻ നല്ലതാണ്, പെട്ടെന്ന് നര വരാതിരിക്കും. അപ്പം നമുക്ക് പൊടിച്ച ഇഞ്ചി അതിലിട്ട് കൊടുക്കാം. അങ്ങനെ അതും നന്നായിട്ട് നല്ല ബ്രൗൺ നിറം വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടകം ആട്ടോ ഉപയോഗിച്ചേക്കണം, അതാകുമ്പോൾ നന്നായിട്ട് ഇളക്കാനും നല്ലതാണ്. ഇനി നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല നിറം കിട്ടും കറിക്ക്. ഇഞ്ചിക്കറി ആകുമ്പോൾ കുറച്ച് നല്ലൊരു ബ്രൗണിഷ് കളറിലിരിക്കണതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ അടുത്ത മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ അതിനൊന്നും ഒരു അളവില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് മല്ലിപ്പൊടി ഇടരുത്. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളിച്ചു പോകാൻ സാധ്യതയുണ്ട്, ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്താൽ മതി. അങ്ങനെ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
വേറെ മസാലകളൊന്നും തന്നെ ചേർക്കേണ്ടതില്ല കേട്ടോ. അങ്ങനെ നമുക്കത് മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. നല്ലെണ്ണ ആകുമ്പോൾ ഒരുപാട് നല്ലെണ്ണ ആവരുത്. നല്ലെണ്ണ ഒത്തിരി ആയി കഴിഞ്ഞാൽ കയ്പ്പ് സ്വാദ് അനുഭവപ്പെടും. പിന്നെ അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ചൂടാറണമെന്നൊന്നുമില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ, കറിവേപ്പിലയുടെ തണ്ടൊക്കെ അതിനകത്തിട്ട് നമുക്ക് അരയ്ക്കാം. അതൊന്നും എടുത്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ. പണ്ടൊക്കെ പറയും, കറിവേപ്പിലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ, ഒരു മനുഷ്യനെ താരതമ്യപ്പെടുത്തുമ്പോൾ കറിയിലിട്ട കറിവേപ്പില പോലെ നമ്മളെ പുച്ഛിച്ച് ആരെങ്കിലും തള്ളിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയും. പക്ഷേ കറിവേപ്പില നമുക്ക് നല്ലതാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കണേ. വാളംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ അത് അരച്ച മിശ്രിതം നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ച് പാകത്തിനാക്കുക. നല്ല കൊഴുപ്പ് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാട്ടോ ഉപയോഗിക്കാറ്. പിന്നെ ചോറിനൊക്കെ ഇവിടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിയെടുത്തിട്ടാണ് ഞങ്ങൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചത് പാകത്തിനാക്കി, ഉപ്പും പാകമാക്കി. പുളി കൂടിയില്ലെങ്കിൽ പുളി കുറച്ചും കൂടെ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് വീണ്ടും ഇതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കത് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്ത് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര മധുരം അധികം ആവശ്യമുള്ളവരാണെങ്കിൽ ഒത്തിരി ശർക്കര ഇടണം. ഇവിടെ കുറച്ച് പേർക്ക് മധുരം ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ശർക്കരയാണ് ഇട്ടിട്ടുള്ളൂ. ഇനി എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് ശർക്കര. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള വേറെ പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കും. ഇനി അടുപ്പത്ത് തന്നെ ശർക്കര ഇടണമെന്നില്ല, ശർക്കര അതിൽ ചീവിട്ടാലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി.